ആക്ച്വലി നിങ്ങൾ തമ്മിൽ എത്ര ഏജ് ഡിഫറൻസ് ഉണ്ട്? ഞങ്ങളൊരു ഷോർട്ട് വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചാ ഞങ്ങള് അപ്പൊ ഒന്ന് പുറത്താക്കാന്ന് വിചാരിച്ച. എന്നാലും ഏകദേശം 10 above. ഓക്കെ 10 വയസ്സിന്റെ മുകളിൽ വ്യത്യാസം ഉണ്ടെന്നാണ് അവർ പറയുന്നത്. ഏകദേശം ചില ആളുകൾ 18 വയസ്സ് വ്യത്യാസമുണ്ട്, 20 വയസ്സ് വ്യത്യാസമുണ്ട്. അങ്ങനെ പല രീതിയിൽ ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ മറ്റുള്ള ആളുകൾക്ക് അറിയേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ആളുകളുടെ സ്വകാര്യ ജീവിതത്തിൽ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ അത് മനസ്സിലാക്കുക ഒരു പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നുമില്ല, എന്നാലും അത് അറിയുക എന്നുള്ളതാണ്. ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ തന്നെ അവർ പ്രേമിച്ചിട്ടല്ല കല്യാണം കഴിച്ചത്, അറേഞ്ച്ഡും അല്ല, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു കല്യാണം എന്നാണ് പറഞ്ഞത്. അതിന് പല ആളുകളും കമന്റിലൂടെ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മതിൽ ചാടി അപ്പോൾ നാട്ടുകാര് പിടിച്ചു കെട്ടിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ എന്റെ വീഡിയോന്റെ അടിയിൽ തന്നെ അവരുടെ നാട്ടുകാരനായിട്ടുള്ള ഒരാൾ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്, അതൊന്ന് വായിച്ചു തരാം. അതാണ് സത്യം. കള്ളവടി വേറെ ഒരു വഴിയുമില്ല, നാട്ടുകാര് പിടിച്ചു, അടുത്ത വീടാണ് എൻ്റെ, അടുത്ത സ്ഥലവുമാണ്, വീട്ടുകാർക്കൊന്നും ഇഷ്ടമല്ലാത്ത ഒരു വിവാഹമായിരുന്നു അത് എന്ന് പറയുന്നത്. നാട്ടുകാര് പിടിച്ചു കെട്ടിച്ചു എന്ന് പറയുന്നു. ചില ആളുകളുടെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പ്രണയബന്ധങ്ങളും സെക്സിന് വേണ്ടിയാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു ധാരണ ഇവിടെയുള്ള ജനങ്ങൾക്ക് ഉണ്ട്. ആ കമന്റിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കാമം മൂത്ത് ഒരു ചെറിയ പയ്യന്റെ ജീവിതം കളഞ്ഞു എന്നും, അതുപോലെ തന്നെ ഇത് ഈ ഒരു ചെറിയ വെറുതെ തോന്നുന്ന ഒരു കുറച്ച് കാലത്തേക്ക് മാത്രം തോന്നുന്ന ഒരു വികാരമാണ്. ആ ഒരു സ്ത്രീക്ക് ഒരു ചെറിയ പയ്യനെ കിട്ടിയപ്പോൾ സമാധാനമായി, അവരുടെ കടി മാറിക്കിട്ടും എന്നൊക്കെയാണ് ആളുകൾ കമന്റ് ചെയ്യുന്നത്. എല്ലാ പ്രണയബന്ധത്തിലും എല്ലാ സ്നേഹബന്ധത്തിലും അവിടെ അത് നിലനിൽക്കാൻ സെക്സിന് പ്രാധാന്യമില്ല എന്ന് പറയുന്നില്ല, പക്ഷെ എല്ലാവരും ഈ ഒരു സെക്സിന് വേണ്ടി തന്നെയാണ് വിവാഹം കഴിക്കുന്നത് എന്നുള്ള ഒരു ധാരണ അത് തെറ്റാണ്. ദിവ്യമായ പ്രണയം എന്നൊക്കെ നമ്മൾ പറയും. ആ ദിവ്യമായ പ്രണയം എന്ന് പറയുന്നത് എന്തിന്റെയാണ്? ഒരു സ്ത്രീയെ ഇപ്പോ കുറെ ആളുകള് ഈ എന്താ പറയാ വല്ല പറമ്പിലും പൊന്തയിലൊക്കെ ഇരുന്നിട്ടൊക്കെ ഓരോ വൃത്തികേടുകൾ ചെയ്യുമ്പോൾ, വൃത്തികേടുകളല്ല, അവർക്കത് വൃത്തികേടുകളല്ല, പക്ഷെ അത് കണ്ട് അത് ഇഷ്ടമല്ലാത്ത മറ്റൊരാളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം കുറച്ച് നികൃഷ്ട ജീവികളുണ്ട്. അതായത് അത് ഒളിഞ്ഞ് വീഡിയോയിൽ പകർത്തി ജനങ്ങളിലേക്ക് എത്തിക്കുക. അതുകൊണ്ട് അവർക്ക് പ്രത്യേക ഗുണമൊന്നുമില്ല. പക്ഷെ അവർ ചെയ്യുന്ന കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ കഴിയുക ഒരു കാര്യമല്ല. കോടതി വിധി പ്രകാരം നമുക്ക് ഇഷ്ടമുള്ള ആളുടെ കൂടെ ജീവിക്കാം എന്നുള്ള ഒരു കാര്യം ഇവിടെ നിലനിൽക്കെ അവർ പൊന്തയിലും പറമ്പിലും പോയിരുന്ന് ചെയ്യുന്നത് അത് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമൊന്നുമില്ല. പക്ഷെ എല്ലാ ബന്ധങ്ങളും എല്ലാ പ്രണയബന്ധങ്ങളും അങ്ങനെയാണ് എന്നുള്ള ഒരു ധാരണയാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു പ്രണയം ഉണ്ടെങ്കിൽ ചില സുഹൃത്തുക്കൾ ചോദിക്കും, കുറെ കാലയല്ലേ കൊണ്ടുടങ്ങൽ തുടങ്ങിയിട്ട് എവിടേക്കാണാ പോയെ എന്നുള്ള ഒരു ഡബിൾ മീനിങ് ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇത് 80% മലയാളികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ ഇവൻ കള്ളവെടി വെക്കാൻ പോയപ്പോൾ പിടിച്ചു കെട്ടിച്ചു, അവന്റെ വീട്ടുകാർക്ക് അത് ഇഷ്ടമല്ലായിരുന്നു എന്നാണ് ഒരാളുടെ കമന്റ്. ഞങ്ങൾ കഴിക്കുന്നു പറഞ്ഞല്ലോ, അപ്പൊ കല്യാണം കഴിച്ച് എനിക്കും കുറെ ക്ലാസ്, ഷെഫിക്കും കുറെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഒന്നും ആർക്കും വലിയ പ്രശ്നമൊന്നുമില്ല. നല്ല രീതിയിൽ ജീവിച്ചു പോയാൽ മതി, നന്നായിട്ട് ജീവിച്ചാൽ മതി. അപ്പൊ നമ്മളിപ്പോ തെറ്റി കഴിഞ്ഞാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ട്, ഓൾക്ക് വരെ വിഷമം. അല്ല, ഓൾക്ക് വേണ്ടിയിട്ട് നല്ല അറിയുന്നേ. അപ്പം ഓക്കെ, അവരുടെ വീട്ടുകാർക്ക് യാതൊരു തരത്തിലും പ്രശ്നമില്ല. ഇവരെ ഈ ഒരു പ്രണയം ഇയാൾ തുറന്നു പറയുന്ന സമയത്ത് അവരുടെ വീട്ടിലും ഇവരുടെ വീട്ടിലും ചെറിയ വിഷയങ്ങൾ ഉണ്ടാകും. ആ ഒരു വിഷയം ഇവരെ ഒരു ക്ലാസ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരത് കൃത്യമായിട്ട് നേർരേഖയിൽ കൊണ്ടുപോയി. ഇതൊരു മുസ്ലിം എന്താ പറയുക കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഇവർക്ക് ആരെ വേണമെങ്കിലും ഏത് പ്രായത്തിൽ വിവാഹം കഴിക്കാം എന്നുള്ള ഒരു ഇത് ഇവരുടെ മതപരമായ ഒരു നിയമത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഇവർ വിവാഹം കഴിച്ച് ജീവിക്കുന്നതിൽ മതപരമായിട്ട് അവർക്ക് യാതൊരു തടസ്സമില്ല. ഇനി ഇന്ത്യൻ ഭരണഘടനയിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ? അതുമില്ല. ഇവിടെ ചില ആളുകളുടെ കാഴ്ചപ്പാടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രായം കൂടിയ പുരുഷന്മാർക്ക് പ്രായം കുറഞ്ഞ പെൺകുട്ടികളെ കല്യാണം കഴിക്കാം, പ്രായം കൂടിയ സ്ത്രീകൾക്ക് പ്രായം കുറഞ്ഞ ആണുങ്ങളെ കല്യാണം കഴിക്കാൻ പാടില്ല എന്നുള്ള ഒരു പൊതുബോധം ഇവിടെ കമന്റ് ഇടുന്ന ആളുകൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. അത് എനിക്ക് തോന്നുന്നത് അത്ര നല്ലൊരു പ്രവണത ഒന്നുമല്ല. ഇന്ത്യയിലാണ് നമ്മൾ ജീവിക്കുന്നത്, ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന എല്ലാ നിയമങ്ങളുടെയും കീഴിലാണ് നമ്മൾ ജീവിക്കുന്നത്, എല്ലാ മൗലിക അവകാശങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഒരു സ്ത്രീക്ക് ഇഷ്ടമുള്ള ഒരു പുരുഷന്റെ കൂടെ ജീവിക്കാം. 18 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവന്റെ കല്യാണപ്രായമാണ്, അവന്റെ ജീവിതം അവന് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാം. അതിനെതിരെയാണ് ചില ആളുകൾ കമന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ശരിക്കും പറയുന്നുണ്ടെങ്കിൽ അത് ഊളത്തരം. അതിന് വേറെ വാക്കുകൾ പറയുകയാണെങ്കിൽ അങ്ങനെയും പറയാം. ഓക്കെ, അപ്പൊ ഇവരുടെ അയൽവാസി ആയിട്ടുള്ള ഒരു സ്ത്രീ ഒരു കമന്റ് ഇട്ടിട്ടുണ്ടെന്ന് കേൾക്കാം. ഇവനെ നാട്ടുകാർ പിടിച്ചപ്പോൾ ഇവൻ കെട്ടാ എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ആ സ്ത്രീയെ കെട്ടിയത്. എനിക്കറിയാം കല്ലുവണ്ടി ആ ചെക്കൻ പോകുന്ന കല്ലുവണ്ടി ഓടിക്കുന്ന പയ്യനാണ്.
പോകുന്ന അന്ന് വെള്ളം കുടിക്കാനാണ് പറഞ്ഞ് ആ സ്ത്രീയുടെ വീട്ടിൽ പോകും. എന്നിട്ട് അവന്റെ എല്ലാ ദാഹവും അവനും അവളും തീർക്കും. അങ്ങനെ നാട്ടുകാർ പിടിച്ചു. കല്ലുവണ്ടി ഡ്രൈവർ ആയിരുന്നു അയാള്. വെള്ളം കുടിക്കാൻ എന്ന വ്യാജേന ആ വീട്ടിൽ പോയിട്ട് അവന്റെ ദാഹവും അവരുടെ ദാഹവും തീർത്തിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ തീർത്തോട്ടെ, എന്ത് പ്രശ്നം, നാട്ടുകാർക്ക് എന്ത് പ്രശ്നം? ഇതാണ് കണ്ണുകടി. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യയിൽ എല്ലാ നിയമങ്ങളും ഉണ്ട് അല്ലേ. ഞാനിപ്പോൾ ഈ സംസാരിക്കുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം പോലും എനിക്കുണ്ട്. മറ്റുള്ള ഒരാളിട്ട വീട് നീ എന്തിനു കിടന്നിട്ട് കുണയ്ക്കുന്നു എന്നൊരാൾ പറയുന്നു, എനിക്ക് ആ കുണയ്ക്കാനുള്ള അവകാശം ഉള്ളത് കൊണ്ടാണ് കുണയ്ക്കുന്നത്. പിന്നെ അവർ പറയുന്ന ആ ഒരു വീഡിയോക്ക് അവരുടെ ഭാഗം മാത്രമേ ഉള്ളൂ അല്ലേ. പക്ഷെ ഞാൻ വീഡിയോ ഇടുമ്പോൾ അതിന്റെ അടിയിൽ വന്ന കമന്റുകൾക്കുള്ള മറുപടിയും കൂടി ഞാൻ കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അവര് വീണ്ടും ഒരു കമന്റ് ഉണ്ട്, അവളെ അവൻ പീടികയിൽ പോകുന്ന സമയത്ത് കമന്റ് അടിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ വീട്ടിൽ കയറി പണ്ണാൻ തുടങ്ങി. സ്നേഹത്തിന്റെ പേരിലാണ് കേട്ടോ പണ്ണിയത്, പാവം നാട്ടുകാർ. വൈറ്റ് മീഡിയ കുഞ്ഞിമോൾ എന്ന പേരിലാണ് ഈ ഒരു യൂട്യൂബ് ചാനലുള്ളത്. അവർ പറയുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വഴിയിൽ വെച്ച് കണ്ടു ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ തന്നെയാണോ പ്രണയങ്ങൾ ഉണ്ടാവാറ്, അല്ലാതെ പെട്ടെന്ന് ഒരാളെ കണ്ടയക്കണം ഇഷ്ടപ്പെട്ട ആ പരിപാടി ഒന്നല്ല. ആളുകളെ നിരന്തരം കണ്ട് സംസാരിച്ച് അങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നത്. പക്ഷെ ഇവർ ഇന്റർവ്യൂകളിലൊന്നും പറഞ്ഞിട്ടില്ല ഈ കാര്യങ്ങളൊന്നും. ഇന്റർവ്യൂവിൽ അവർ പറഞ്ഞ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വഴിയിലൂടെ കടയിൽ പോകുന്ന ഒരു സ്ത്രീയെ കാണുന്നു. അവര് വിധവയല്ല, ഭർത്താവ് ഒഴിവാക്കിയ ഒരു സ്ത്രീയാണ്. അവരെ കാണുമ്പോൾ ഒരു സങ്കടം തോന്നി. അവർ നേരിട്ട് കാര്യം പറയും. നാട്ടുകാർ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കുകയും ചെയ്തപ്പോൾ തന്നെ, ഇത് ഈ രീതിയിലൊക്കെ വ്യാഖ്യാനിച്ചപ്പോൾ തന്നെ അവർ നേരെ അവിടെ ചെന്ന് സംസാരിച്ച പയ്യനെ ആ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചു എന്നുള്ളതാണ്. ഇപ്പോഴും അവൻ അവളെ എന്താ വിളിക്കുന്നത്, അവൾ എന്നൊക്കെ തന്നെയാണ്, അല്ലാതെ ഉമ്മ അല്ലെങ്കിൽ ആന്റി ഒന്നുമല്ല. ചില ആളുകൾക്ക് അത് കേൾക്കാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് അവർ കമന്റ് ഇടുന്നത്, എന്ത് ഉമ്മയുടെയും മകന്റെയും പ്രായമല്ലേ, ഇവൻ എന്താണ് അവിടെ വിളിക്കാറ് എന്നൊക്കെ. അവൻ അവൾ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ഓക്കെ, ഇനി പേരെടുത്ത് വിളിച്ചാലും തെറ്റൊന്നുമില്ല. കാരണം അവര് ഒരുമിച്ച് ജീവിക്കുന്ന ആളുകളാണ്. ഒരു കുഞ്ഞായി അവര് സന്തോഷത്തോടു കൂടി ജീവിക്കുന്നതാണ്. ചില ആളുകളുടെ മോശപ്പെട്ട ഒരു കമന്റ് ഉണ്ട്, മകളെ സ്നേഹിച്ചു ചെന്നു, ചോദിച്ചു ചെന്നു, ഉമ്മയെ കിട്ടി. ഉമ്മ പ്രായമായി കുറച്ച് കഴിയുമ്പോൾ മകളെ ഇവന് തന്നെ കിട്ടും. ഇതാണ് ചില നായിന്റെ മക്കളുടെ കമന്റ്. ഓക്കെ, ഈ പെൺകുട്ടി, അതായത് ഇവരുടെ കുട്ടികൾ അവരുടെ ഭർത്താവിന്റെ കൂടെയാണ് താമസിക്കുന്നത്. ഓക്കെ, ആ ഭർത്താവ് വേറെ കല്യാണം കഴിച്ചോ എന്താ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. ഈ ഒരു ഏകദേശം ഇവര് കല്യാണ പ്രായമായിട്ടുള്ളൊരു പെൺകുട്ടിയാണ്. അതൊക്കെ കരുതിയിട്ട് മാതിരി ഊളത്തരൊക്കെ വിളിച്ച് പറയാനും മാത്രം എന്ത് ഉളുപ്പാടും ഒക്കെ ഉള്ളത്. നാട്ടുകാരാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് കമന്റ് ഇടുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നാട്ടുകാർ പല രീതിയിലും പലതും കൊട്ടിഘോഷിച്ചപ്പോ ഈ പയ്യന് സങ്കടം തോന്നിയിട്ടാണ് ആ സ്ത്രീയോട് കാര്യം പോയിട്ട് പറയുന്നത്, ഇങ്ങനെയൊക്കെ ആളുകൾ പറയുന്നുണ്ട്, നമുക്ക് വിവാഹം കഴിക്കാം. ആ സ്ത്രീ ആദ്യം അതിന് മറുപടി പറഞ്ഞില്ലെങ്കിൽ പോലും പിന്നീട് അവർ ആലോചിക്കുകയാണ്. കാരണം എനിക്ക് മുന്നോട്ട് ജീവിക്കണമെങ്കിൽ ഒരാളുടെ താങ്ങൽ വേണം അല്ലേ. പ്രായമായി, ജോലിയില്ല, വിദ്യാഭ്യാസമില്ല. ആ ഒരു സമയത്ത് ഇവൻ വന്ന് ചോദിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും അവർ വിവാഹം കഴിക്കാൻ തയ്യാറായി, അങ്ങനെ കല്യാണം കഴിച്ചു എന്നുള്ളതാണ്. എന്താ ഞാൻ പറയാ, ആളുകളുടെ ഒരു മനോഭാവത്താണ് അല്ലേ. ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ നമ്മളുടെ അവകാശങ്ങളും സ്വാതന്ത്ര്യവും ഒക്കെ നമ്മൾ ആസ്വദിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അതിൽ വൃത്തികേടുകൾ പറയുന്നത് അത്രക്ക് നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ിമലൊക്കെ കയറുകയാണെങ്കിൽ രാത്രി മാത്രം, എവിടെ പോവുകയാണെങ്കിൽ രാത്രി പോവാ. അതെന്താ എനിക്കറിയില്ല, എനിക്കങ്ങനെ, ഞാനാണെ പൊതുവേ അങ്ങാടി കൂടി ഇങ്ങനെ സാധനം വാങ്ങി അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്ന ഒരാളാണല്ലോ. അപ്പൊ പെട്ടെന്നൊരു കല്യാണം കഴിഞ്ഞ് അത്രയും ചെറിയൊരു ചെക്കൻ്റെ കൂടെ ഇങ്ങനെ പോകാന്നൊക്കെ പറഞ്ഞപ്പോ ഭർത്താവ് ഒഴിവാക്കിയ സമയത്ത് തന്നെ കടകളിലൊക്കെ പോകുമ്പോൾ അവരൊറ്റക്ക് പോയിരുന്നു. പിന്നെ ഒരു പ്രായം കുറഞ്ഞ പയ്യൻ തന്നെയാണ്. ആളുകൾ കമന്റ് ഇടുന്ന സാധനം എന്താ, ഈ ഉമ്മയും മകനും പോകുന്ന രീതിയിൽ എന്നൊക്കെയാണ് കമന്റ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് അവർക്കൊരു ആ ഒരു ഇതുണ്ടാവും. പക്ഷെ സ്വന്തം ജീവിതത്തോട് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അയ്യോ ഞാൻ എല്ലാം നഷ്ടപ്പെട്ടു, എനിക്ക് താങ്ങായിട്ട് തണലായിട്ട് ഒരാൾ വേണ്ടേ എന്ന് ആലോചിക്കുന്ന സമയത്താണ് കല്യാണം കഴിക്കുന്നത്. ഇപ്പോഴും പുറത്തു പോകുമ്പോൾ ഒരു ചെറിയൊരു വിഷമമുണ്ട് എന്നാണ് പറയുന്നത്. ഒരാളുടെ കമൻ്റാണ്. എനിക്കിതിൽ ഏറ്റവും എന്താ പറയുക ഒരു മണ്ടത്തരമായി തോന്നിയൊരു കമൻ്റാണ് കേൾക്കാം. ഇത്ര ആത്മാർത്ഥതയിൽ കല്യാണം കഴിച്ചവർ ആണെങ്കിൽ എന്തിനാണ് അവരുടെ പേരിൽ യൂട്യൂബ് ചാനലിന്റെ ആവശ്യം? ചാനൽ റീച്ചാക്കാനും വരുമാനം നേടാനും ഇതൊക്കെ ഈ കാലഘട്ടത്തിലെ ഒരു ട്രിക്കാണ്. അതിപ്പോഴും ഒരുപാട് ആളുകൾ തിരിച്ചറിയുന്നില്ല. ഓക്കെ, ഈ ഒരു കാലഘട്ടത്തിൽ സമ്പാദിക്കാൻ എളുപ്പമുള്ള ഒരു വഴി അവർ കണ്ടെത്തി, യൂട്യൂബ് ചാനൽ. എന്ത് തെമ്മാടിത്തരാണ് അവർ ചെയ്തിട്ട്? ഒന്നും ചെയ്തിട്ടില്ല. നല്ല വൃത്തിയിൽ അതിൽ അവരുടെ കാര്യങ്ങൾ ഇടുന്നു. ഫാമിലി വ്ളോഗ് എന്ന് പറയുന്നത് തെമ്മാടിത്തരമൊന്നുമല്ല, ഒരു തെറ്റുമല്ല. നമുക്കതിനുള്ള എല്ലാ ഫെസിലിറ്റീസും നമ്മുടെ കൺമുന്നിൽ ഉണ്ടാവുമ്പോൾ നമ്മളത് ഉപയോഗിക്കാതിരിക്കുന്ന എന്തിനാണ്? അത് ഉപയോഗിക്കുക. ഇവിടെ എത്ര ഫാമിലി വ്ളോഗേഴ്സ് ഉണ്ട്,
അപ്പൊ കല്യാണം കഴിഞ്ഞ് ചില ഫാമിലി വ്ളോഗേഴ്സ് അവരുടെ ഗർഭകാലങ്ങൾ മാത്രമായിട്ട് ഷൂട്ട് ചെയ്തിട്ടൊക്കെ മില്യൺസ് സബ്സ്ക്രൈബേഴ്സും പണം ഉണ്ടാകുന്ന ആളുകളുണ്ട്. അതൊന്നൊരു വിഷയമല്ല. ഇങ്ങനെ ഒരു വിവാഹം കഴിച്ചതാണ് നിങ്ങൾക്ക് പ്രശ്നം. അതായത് പ്രായമായ ഒരു തന്തപ്പിടി 20 വയസ്സുള്ള ഒരു പെൺകുട്ടിയിലെ കല്യാണം കഴിച്ച ആർക്കും ഒരു വിഷയമല്ല. അത് നേരെ തിരിച്ചാവുമ്പോൾ വലിയ സംഭവമാണെന്നുള്ള ഒരു ധാരണയാണ്. ഇവർക്ക് ജീവിക്കാനുള്ളൊരു ഉപജീവന മാർഗമായിട്ടാണ് അവർ യൂട്യൂബ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നതും അതുകൊണ്ട് അവർ ജീവിക്കുന്നു. ഈ പയ്യൻ കൂലിപ്പണിക്ക് പോണ ആളാണ്. അപ്പൊ ഇതിൽ നിന്ന് വരുമാനം കിട്ടുകയാണെങ്കിൽ അങ്ങനെ ജീവിക്കട്ടെ. അവർ ജീവിക്കുന്നതിൽ നിങ്ങൾക്ക് എന്ത് തെറ്റാ? നിങ്ങൾക്ക് എന്ത് തേങ്ങാക്കൊലെ? പിന്നെ എല്ലാ ബന്ധങ്ങളും കാമത്തിൽ അവസാനിക്കണം, കാമം കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു എന്ന് ചിന്തിക്കുന്ന ആളുകളോട് പറയാനുള്ളത്, ഈ മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമല്ല കാമം എന്നുള്ളത്. വിശപ്പുണ്ട് അല്ലേ, സ്നേഹമുണ്ട്, എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ കാമത്തിന് വേണ്ടി സമയം കണ്ടെത്തുക. ഫുൾ ടൈം കാമത്തിന് സമയം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അവസ്ഥ ഞാൻ പറയുന്നില്ല, അത് കയ്യിൽ നിന്ന് പോവും. ഇപ്പൊ ചില ആളുകളിലൊക്കെ ഞാൻ ആ ഒരു കമന്റ് പറയുന്നില്ല. ഓക്കെ, കുട്ടി വേണ്ടാന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. കാരണം ഇപ്പൊ എന്റെ മനസ്സിലിപ്പൊക്കെ 3 കുട്ടികളാണല്ലോ. അപ്പൊ ഷെഫി പറയും പിന്നെ ഐഷുവിനെന്ന് പറഞ്ഞ ഐഷുവിനൊന്ന് വേണല്ലോ എന്ന്. അപ്പൊ പഠിച്ചോൻ തന്നാല് വാങ്ങാം. ഓക്കെ, അവർക്ക് 3 കുട്ടികളാ അല്ലെ? അപ്പൊ ആയിഷു എന്ന് പറഞ്ഞ ഈ ഒരു കുട്ടി, ഇത് കഴിഞ്ഞൊരു കുട്ടിയെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പടച്ചോൻ തന്നാൽ അത് സ്വീകരിക്കുക എന്നുള്ളതാണ്. ഇവർക്ക് ഈ ഗർഭസമയത്ത് വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇവരുടെ ഗർഭപാത്രത്തിന് ബലക്കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഏത് നിമിഷവും വേണമെങ്കിലും പ്രസവിക്കാനുള്ളൊരു സാധനം, ഭയങ്കര ബെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. അങ്ങനെ കുറച്ച് ഏജായി, അതിൻ്റെതായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ തരണം ചെയ്ത് അവർക്ക് ആ ഒരു കുഞ്ഞിനെ കിട്ടി. അപ്പൊ അവർ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു. അപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ വരുമ്പോൾ ആ ഇന്റർവ്യൂ വലിയ രീതിയിൽ ആളുകൾ ചർച്ച ചെയ്യുന്നു. വളരെ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് മോശപ്പെട്ട രീതിയിൽ കമന്റ് ചെയ്തു, ബാക്കിയുള്ള ആളുകളൊക്കെ സപ്പോർട്ടാണ്. ഇവൻ കള്ളവെടി വെക്കാൻ പോയപ്പോൾ അവിടുന്ന് പൊക്കി എന്ന് പറയാൻ ഭയങ്കര ആർജവമാണ് ആളുകൾക്ക്. അതെങ്ങനെയെങ്കിലും ഈ ഒരു സ്ത്രീ ആത്മഹത്യയുടെ വക്കിലേക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന പോലെ. ചെന്നൈയിൽ ഒരു വീട്ടമ്മയുടെ കയ്യിൽ നിന്ന് ഒരു കുഞ്ഞ് താഴെ വീണിട്ട് അതിനെ നാട്ടുകാരൊക്കെ രക്ഷപ്പെടുത്തി. അത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു സ്ത്രീയെ ആളുകൾ കുഞ്ഞിനെ നോക്കാൻ കഴിവില്ല എന്നൊക്കെ പറഞ്ഞ് നിരന്തരം ബുദ്ധിമുട്ടിച്ച് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. അതുപോലെ ഇവരുടെ ജീവിതത്തിന്റെ ഇടയിലേക്ക് നെഗറ്റീവ് കമന്റ് ഇടുന്ന ആളുകൾ ജീവിതത്തിന്റെ ഉള്ളിലേക്ക് കയറി പോകരുത്. പോസിറ്റീവ് ഇടുന്നവർ പൊക്കോളൂ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടത് ഈ സമൂഹത്തിൽ ജീവിക്കാൻ ഒരു പോസിറ്റീവ് വൈബാണ്. ആ വൈബ് നമുക്ക് കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, അപ്പം ഞാൻ ഈ വീഡിയോ വലിച്ചു നിൽക്കണമെന്നില്ല. ഈ ഒരു കമന്റ് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നിയ ഒരു സങ്കടത്തിന്റെ പുറത്താണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിന്റെ വീട്ടിൽ ഇങ്ങനെ സംഭവിച്ചാൽ നീ അത് സമ്മതിക്കുമോ എന്ന് ചോദിക്കുന്ന ആളുകളോട്, എൻ്റെ വീട്ടിലുള്ള ആളുകൾക്ക് ഞാനല്ല സ്വാതന്ത്ര്യം കൊടുക്കുന്നത്. അത് അവർക്ക് അവർ ജനിച്ച് അവരുടെ ഒരു 18 വയസ്സൊക്കെ ആകുമ്പോഴത്തേനും അവരത് സ്വീകരിക്കുന്നു. അവരിഷ്ടമുള്ള രീതിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അങ്ങനെ ജീവിച്ചു പോക്കോട്ടെ. അതിൽ ഇന്ത്യ നിയമം പ്രകാരമുള്ള ഒരു സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് അവർ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. അതത്രേ ഉള്ളൂ. ഞാനൊരു സ്വതന്ത്ര ചിന്താഗതിയുള്ള ഒരു മനുഷ്യനാണ്. എൻ്റെ ചുറ്റുവട്ടമുള്ള ആളുകൾ അങ്ങനെ ആവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ വാശി പിടിക്കാൻ കഴിയില്ല. എൻ്റെ വീഡിയോസിൻ്റെ അടിയിൽ ഒന്ന് കമന്റ് ഇടുന്ന ആളുകളെ ആ രീതിയിൽ ചിന്തിക്കണം എന്ന് എൻ്റെ താല്പര്യം ഞാൻ പറയും, നിങ്ങളെ താല്പര്യം പറയുന്ന അത്രേ ഉള്ളൂ. പക്ഷേ പ്രതികരിക്കേണ്ട സ്ഥലങ്ങളൊക്കെ ഞാൻ പ്രതികരിക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോ വരും. അതുവരേക്കും ദിസ് ഈസ് സന്ദീപ്.